ലോകം കണ്ടതിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ, ദ ഗ്രേറ്റസ്റ്റ് ഇൻ ഓൾ ടൈം, സാക്ഷാൽ പോളോ മാൽഡീനി. 2005 ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ തോക്കുമ്പോൾ അയാൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. സാക്ഷാൽ സ്റ്റീഫൻ ജെറാർഡിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ കപ്പടിക്കാൻ വേണ്ടി ഞാൻ ഇനിയും തിരിച്ചു വരുമെന്ന്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് അതേ ലിവർപൂളിനെ തകർത്തുകൊണ്ടാണ് അയാൾ ചാമ്പ്യൻസ് ലീഗിന്റെ കപ്പടിച്ചത്. അന്ന് അയാൾ മുട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ആ കാലുകൾ വെച്ച് അയാൾ ആ 90 മിനിറ്റ് തികച്ചു. അതിനുശേഷം അയാൾ പോയത് മുട്ടിന്റെ ശസ്ത്രക്രിയക്ക് വേണ്ടിയാണ്. അതാണ് ഒരു മെന്റാലിറ്റി. ഈ ലോകത്തിൽ ഇത്രയും മെന്റാലിറ്റി ഉള്ള വേറെ ഒരു ഫുട്ബോൾ പ്ലെയർ ഇല്ല. സിനദിൻ സിദാനോട് ലയണൽ മെസ്സി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ നേരിട്ടതിലെ ഏറ്റവും ടഫസ്റ്റ് ഡിഫൻഡർ ആരാന്ന്? ഒരേ സ്വരത്തിൽ സിദാൻ പറഞ്ഞു, പോളോ മാൽഡീനി. സിദാൻ മാത്രമായിരുന്നില്ല, ഫുട്ബോൾ ലെജൻസ് ആയ റൊണാൾഡോ നസാരിയോ, തീറി ഹെൻറി, ഡേവിഡ് ബെക്കാം, ഇവരോടെല്ലാം ഓരോ ചോദ്യം ചോദിച്ചു, ആരാണ് നിങ്ങൾ ഏറ്റവും വലിയ നേരിട്ട ടഫസ്റ്റ് ഡിഫൻഡർ? അവർക്ക് ഒരേ ഒരു മറുപടി ഉണ്ടായിരുന്നു, സാക്ഷാൽ പോളോ മാൽഡീനി. പോളോ മാൽഡീനിയെ നേരിട്ടുള്ള സമയത്ത് ഒരു വെളിപ്പെടുത്തൽ സിനദിൻ സിദാനും റൊണാൾഡോ നസാരിയോയും നടത്തി. പോളോ മാൽഡീനിയെ വിങ്ങിൽ നിന്ന് അപ്പുറത്തെ വിങ്ങിലോട്ട് മാറി കളിച്ചാലോ എന്ന് ഞങ്ങൾക്ക് പല സമയവും ആലോചിച്ചിട്ടുണ്ടെന്ന്. അത്രയധികം ടഫായിരുന്നു മാൽഡീനിയെ കിടക്കുക എന്നുള്ളത്.